ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കസ്, ആക്സിസ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പരാബോള y² = 12x ആണ്. നമ്മൾ 4 ടൈപ്പ് പരാബോളാസുകൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. ഓരോന്നിൻ്റെയും ഇക്വേഷൻ നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ആയിരിക്കണം. ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ പരാബോളയുടെ ഷേപ്പ് എങ്ങനെയാണെന്ന് അറിയണം. പരാബോളയുടെ ഷേപ്പ് കിട്ടുകയാണെങ്കിൽ ഇക്വേഷൻ എന്താണെന്നും അറിയണം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഇതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പരാബോളയുടെ ഇക്വേഷൻ y² = 12x എന്നാണ്. ഇത് ഏതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? y² = 4ax. അങ്ങനെ ഒരു ഫോം പഠിച്ചിട്ടില്ലേ, ടൈപ്പ് 1. y² = 12നെ നമുക്ക് 4 × 3 × x എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ ഏതായിട്ട് കമ്പയർ ചെയ്യാം? ഇപ്പോൾ നമുക്കിത് ഏത് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യാം? കമ്പയർ വിത്ത് y² = 4ax. ഇതായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, ശരിയല്ലേ? ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാ വന്നിരിക്കണേന്ന് നോക്കിയേ. എയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്ന ആൾ 3 ആണ്. എ ആദ്യമേ തന്നെ അങ്ങോട്ട് എഴുതി വെച്ചേക്കണേ. അപ്പോൾ ഇത് y² = 4ax ഫോമിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ഫോക്കസ്, ആക്സിസ്, ഡയറക്ട്രിക്സ് എല്ലാം വേണം. നമ്മൾ ആദ്യം തന്നെ റഫായിട്ടുള്ളൊരു പിക്ചർ വരയ്ക്കുക. റഫായിട്ടുള്ള ഒരു പിക്ചർ. ഇത് ടൈപ്പ് 1 പരാബോളയാണ്. y² = 4ax ടൈപ്പ് 1 പരാബോളയാണ്. പരാബോള എങ്ങോട്ട് പോവും? ടുവേർഡ്സ് റൈറ്റ്, അല്ലേ? നമ്മളിത് റഫായിട്ട് വരയ്ക്കുകയാണ്. പരാബോള ഇങ്ങനെ കേർവായിട്ട് വരണേ. ഇതെങ്ങനെ? ടൈപ്പ് 1 പരാബോളയാണ്. a = 3 ആണ്. ഇതിൻ്റെ ഫോക്കസ് പരാബോളയുടെ ഉള്ളിലാണെന്ന് നമുക്കറിയാം. ഒറിജിനിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് a എന്ന് പറയുന്ന ആൾ, അതായത് 3. ഒറിജിനിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് 3 ആണ്. ഒറിജിനിൽ നിന്ന് ഡയറക്ട്രിക്സ് വരെയുള്ള ഡിസ്റ്റൻസും 3 തന്നെയാണ്. ഇതിന് നേരെ അപ്പുറത്തെ സൈഡിലാണ് ഡയറക്ട്രിക്സ് വരുന്നത്. ഇങ്ങനെ ഈ വരച്ചിരിക്കുന്ന ലൈനാണ് ഡയറക്ട്രിക്സ്. ക്ലിയർ ആയല്ലോ? വരച്ചിരിക്കുന്ന ലൈനാണ് ഡയറക്ട്രിക്സ്. ഒന്നുകൂടി വരയ്ക്കാം. ഈ ലൈനില്ലേ, ഈ വരച്ചിരിക്കുന്ന ലൈനാണ് ഡയറക്ട്രിക്സ്. അതും 3 ഡിസ്റ്റൻസ് അകലെയാണ്. നമുക്കിത് നോക്കി പിക്ചർ നോക്കിയാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ എഴുതാൻ പറ്റും. പറയട്ടെ, ഫോക്കസ് എഴുതാൻ പറഞ്ഞിട്ടില്ലേ? ഫോക്കസ്. ഇത് നോക്കിയിട്ട് ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? ഫോക്കസ് പോസിറ്റീവ് x ആക്സിസിലാണ്, ഒറിജിൻ്റെ റൈറ്റ് സൈഡിലാണ്. 3 ആയതുകൊണ്ട് ഫോക്കസ് 3,0 എന്ന് വരും. കാരണം ഫോക്കസ് x ആക്സിസിലാണല്ലോ. x ആക്സിസിലുള്ള പോയിൻ്റ് എഴുതുമ്പോൾ y കോർഡിനേറ്റ് 0 ആയിട്ട് വേണം എഴുതാൻ. ഫോക്കസ് 3,0. ഇനി നമുക്ക് ഏതാണ് ആക്സിസ്, അല്ലേ? ആക്സിസ് പറഞ്ഞുതരാം. ആക്സിസ് ഓഫ് എ പരാബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫോക്കസ് ഇരിക്കുന്ന ആക്സിസ് ഇല്ലേ, അതാണ് ആക്സിസ് ഓഫ് ദ പരാബോള. നമ്മൾ ഫോക്കസ് ഏത് ആക്സിസിലാണോ ഇരിക്കുന്നത് അതാണ് ആക്സിസ് ഓഫ് ദ പരാബോള. ഫോക്കസ് എവിടെ ഇരിക്കുന്നത്? x ആക്സിസിൽ. അപ്പോൾ ആക്സിസ് ഓഫ് ദ പരാബോള x ആക്സിസ് എന്ന് വേണം എഴുതാനായിട്ട്. അത് ക്ലിയർ ആയല്ലോ? ഇനി ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് അത് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഒറിജിനിൽ നിന്ന് 3 യൂണിറ്റ് ലെഫ്റ്റ് സൈഡിലാണ് നമ്മളെ ഡയറക്ട്രിക്സ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ പോയിൻ്റ് -3 ആയിരിക്കും. അതെങ്ങനെയാണ്? ഒറിജിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ പോസിറ്റീവ് നമ്പറുകൾ മാർക്ക് ചെയ്യുമ്പോൾ ഒറിജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നെഗറ്റീവ് നമ്പറുകൾ മാർക്ക് ചെയ്യുക. -1, -2, -3. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 3 ആണ്, അത് സമ്മതിച്ചു. പക്ഷെ ഇവിടുത്തെ പോയിൻ്റ് -3 ആണ്, ഒറിജിൻ്റെ ലെഫ്റ്റ് അല്ലേ. അപ്പോൾ ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? ദിസ് ഈസ് എ ലൈൻ ഹാവിങ് x കോർഡിനേറ്റ് -3 എന്ന് പറയാമല്ലോ. ഇതൊരു വെർട്ടിക്കൽ ലൈനാണ്. വെർട്ടിക്കൽ ലൈൻ ആയതുകൊണ്ട് നമുക്ക് ആ x വാല്യൂ മാത്രമേ ആവശ്യമുള്ളൂ, സ്ലോപ്പിലോട്ടൊന്നും പോവില്ല നമ്മൾ. ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ x കോർഡിനേറ്റ് -3 ആണ്, അല്ലേ? അപ്പോൾ അത്ര എഴുതിയാൽ മതി.
അപ്പോൾ എക്സ് ഈക്വൽ ടു -3. ദിസ് ഈസ് എ ലൈൻ ഹാവിങ് എക്സ് കോർഡിനേറ്റ് -3. അത് നമ്മൾ ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ എക്സ് ഈക്വൽ ടു -3 എന്ന് എഴുതാം. സോ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും? ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു -3 ഓർ എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് വേണമെങ്കിൽ എഴുതാം. അറിയാമല്ലോ, -3 ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകാമല്ലോ. എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ, ആരാ? ലാറ്റസ് റെക്റ്റം LR. ഇവിടെ എഴുതിക്കോട്ടെ, LR. ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ 4a. നമ്മൾ ബൈ ഹാർട്ടാണ് 4a. 4a എന്ന് പറഞ്ഞാൽ 4 × 3. A3 ആണല്ലോ. ലാറ്റസ് റെക്റ്റം 4a ആണ്. ദാറ്റ് ഈസ് 4 × 3 12. അപ്പോൾ ഫോക്കസ് 30, ലാറ്റസ് റെക്റ്റം 12, ആക്സിസ് എക്സ് ആക്സിസ്, ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0.